ഖദീജ ബീവി റളിയല്ലാഹു തആലയ്ക്ക് 65 വയസ്സായി. വൃദ്ധയാണ്. 65 വയസ്സുള്ള 65 വയസ്സുള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ കാണാം. ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചു ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഭാര്യ, അതാണ് ഭാര്യ. നബിതങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളെ സ്വീകരിച്ചു, സലാം പറഞ്ഞു, സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങളും ഖദീജ ബീവിയും ആ ഭക്ഷണത്തിന്റെ അടുക്കൽ വന്നിരുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിതങ്ങൾ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് അല്പം ഭക്ഷണം വാരിത്തരുമോ നബിയെ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. എത്രാമത്തെ വയസ്സില്? 22ാമത്തെ വയസ്സിലല്ല, 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഭക്ഷണം വാരി തരുമോ? പിന്നെന്തേ ഖദീജ? നബിതങ്ങൾ വാരിക്കൊടുത്തു. ഖദീജ ബീവി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ? വാരിത്ത. ഇതാണ് ഭാര്യയും ഭർത്താവും. നിന്റെ ഇക്ക നിനക്ക് അല്പം ഭക്ഷണം വാരി തന്നിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ അടുത്ത കാലത്തെങ്ങാനും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈവയ്ക്കും. ഒരു 10 പേര് കൈവക്കി. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതികളാണെന്നറിയോ? ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭാര്യ ഭക്ഷണം വാരിത്തന്ന് കഴിച്ച ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രായമായ 3-4 എണ്ണം പൊക്കി, അത്രയേ ഉള്ളൂ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീവിക്ക് കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65ാമത്തെ വയസ്സിൽ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഖദീജ ബീവി ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? 65 വയസ്സുള്ളപ്പോഴാണ് ചോദിക്കണേ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോലും ഇപ്പൊ കിടക്കൂല. കാരണം കിടന്നിട്ട് എന്തായില്ലേ, അങ്ങനെ പ്രായമായില്ലേ. ഉമ്മാനെ വിളിക്കണോ, വാടി മക്കളെന്ന് പറഞ്ഞാ മക്കളുണ്ട് പോ, ഇല്ല, ഇങ്ങനെ അറിയാം. ഖദീജ ബീവിയുടെ മടി, ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവി നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നീ എന്തേ ഖദീജ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഖദീജയുടെ മറുപടി, നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാണ് നബിയെ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ. അള്ളാന്റെ റസൂല് വിട്ടുകൊടുത്തില്ല. ഖദീജ ബീവിയോട് ചോദിച്ചു, 25 കൊല്ലമായില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്, ഇന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് 25 വർഷമായി. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് എന്തു പറ്റി ഖദീജ? പൊരുത്തമൊക്കെ ചോദിക്കുന്നത് എന്നോട് പൊരുത്തമൊക്കെ ചോദിക്കുന്നല്ലേ, എന്താ പ്രത്യേകത? ഖദീജ ബീവി പറഞ്ഞ മറുപടി, നബിയെ, ഞാൻ പോവാ നബിയെ, എന്റെ മരണമെടുത്തു നബിയെ, എന്റെ മരണമെടുത്തു. ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയാൻ പോകുകയാ, എനിക്ക് പൊരുത്തം തരണേ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കൈയെടുത്തിട്ട് ഖദീജയുടെ വാ പൊത്തിപ്പിടിച്ചു. പറയില്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, കാരണം ഖദീജ ആരെന്നറിയോ? 25 വർഷം നബിതങ്ങളുടെ കൂടെ ജീവിച്ചവളാ ഖദീജ. നബിയെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജയ്ക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്നത് ഒരു കൊട്ടാരം കൊടുക്കും, ഒരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം. ഒരു പെണ്ണിനും ലോകത്തത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലം. എന്തിനെന്നറിയോ?
25 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ബീബി നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. 25ാമത്തെ വയസ്സിലാണ് ഖദീജയെ വിവാഹം കഴിക്കുന്നത്. പടച്ചവനെ പ്രവാചകനായിട്ടില്ല, പിന്നീടാണ് പ്രവാചകനായത്. ആ 25 വർഷക്കാലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ആ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. പടച്ചവനെ, ഇതാണ് ഭാര്യ, ഇതാണ് ഭാര്യ. പെങ്ങളെ, ആ ഖദീജയാണ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മരണമെടുത്തു നബിയേ, പോകാ സമയമായി നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഖദീജ, പരാതിയില്ല ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബി തങ്ങൾ കരയുകയാണ്. ഭാര്യ യാത്ര പറയുമ്പോ, ഭാര്യ പിരിയാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്. അതാ പറഞ്ഞു, ഖദീജ എനിക്ക് പൊരുത്തമാ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു. ഉമ്മാ, നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഭർത്താവിന്റെ പൊരുത്തം എനിക്ക് ലഭിച്ചല്ലോ. കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. 65 വയസ്സുകാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, പോകുകയാണ് നബിയേ, പോകുകയാണ് നബിയേ, പിരിയുകയാണ് നബിയേ. എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, നിന്റെ ആഗ്രഹം എന്തേ ഖദീജ? ഖദീജ ബീവിയുടെ മറുപടി എന്തെന്നറിയോ? തന്റെ ഭർത്താവിനോട് 65ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്തേ ഖദീജ, എന്തേ ഖദീജ? ഒരു പെണ്ണു പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരമാണ് ഇത്, നിങ്ങൾ കണ്ട ശരീരമാണ്. നിങ്ങൾ കണ്ടത് എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്തായാലും പെണ്ണുങ്ങൾ എന്റെ ശരീരം കാണും. എനിക്കിഷ്ടമല്ല നബിയേ, എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ മതി എന്നെ കുളിപ്പിക്കാൻ, നിങ്ങൾ എന്നെ കുളിപ്പിച്ചാ മതി. റസൂലുള്ളാഹി മിണ്ടുന്നില്ല. ഖദീജ കരയുകയാ. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് സമ്മതിച്ചടോ? 65 വയസ്സുകാരിയുടെ 1ാമത്തെ ആഗ്രഹമാണ്. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഞാൻ ഖബറിനകത്ത് കടക്കണം നബിയേ. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കമില്ല, നിങ്ങളില്ലാതെ എനിക്ക് സമാധാനമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ, എന്റെ ജനാസ കഫം പൊതിയുമ്പോ ഈ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അങ്ങയുടെ സുഗന്ധമുള്ള ഷാളുണ്ടല്ലോ, ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. ഒരു സമാധാനത്തിന്, ഒരു കൂട്ടിന് ഖബറിനകത്ത് കിടക്കുമ്പോഴും അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഈ ഷാളെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് സമ്മതിക്കുകയാണ്. 3ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്,
എന്റെ വീടിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ, നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ, നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ, നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. റസൂലുള്ളാഹി തങ്ങളെ സമ്മതിക്കുകയാണ്. ഖദീജ യാത്ര പറയുകയാണ്, ലോകത്തോട് വിട പറഞ്ഞു പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലാണ് മയ്യത്ത് കുളിപ്പിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഖദീജ ബീവിയെ കുളിപ്പിക്കുന്നത്. ലോകത്ത് വേറെ ഒരു പെണ്ണിനും അങ്ങനെ ഒരു ഭാഗ്യമില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാർക്കും ഭാഗ്യമില്ല. നബി തങ്ങളെ തന്നെ കുളിപ്പിച്ചു ഖദീജയെ. കണ്ണ് നിറയുകയാണ്, കണ്ണ് നിറയുകയാണ്. പടച്ച റബ്ബേ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞു. കഫം പുതിയ സമയമായപ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നിബിധങ്ങൾ ചുംബിക്കുകയാണ്. തന്റെ ഖദീജയ്ക്ക് കൊടുക്കാൻ അവിടുന്ന് ചുടുചുംബനം കൊടുത്ത് കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. പടച്ച റബ്ബേ, നിബിധങ്ങൾ ഖബറിനകത്തിറങ്ങി ഖദീജ ബീവിയുടെ ജനാസ താങ്ങി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ തന്നെയാണ് മണ്ണ് വാരി വെച്ചത്. ഖദീജ ബീവിയുടെ കഫം തുണി നനയുകയാണ്. നബിതങ്ങളുടെ കണ്ണുനീര് വീണിട്ടു. നിങ്ങളെ, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്. ഈ ഖദീജാന നബിതങ്ങൾ മരിക്കുന്നത് കാലം വരെ മറന്നില്ല. ഈ ഖദീജയുടെ മകളാണ് മഹ്ദിയായ ഫാത്തിമ. ഈ ഖദീജയുടെ മകളാ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ. അല്ലാഹുവേ, ഖദീജ ബീവി വഫാത്താകുമ്പോ ഫാത്തിമാന് 15-16 വയസ്സേ ഉള്ളൂ. ഒരു ഉമ്മ വേണ്ട സമയം 10-14 വയസ്സ് കഴിഞ്ഞു. 15-16 വയസ്സുണ്ട്. ഖദീജ ബീവിക്ക് വഫാത്താകുമ്പോ ഫാത്തിമയുടെ പ്രായമാണ്. ഈ മകളെയാണ് വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ പോകുന്നത്. അല്ലാഹുവേ, ഫാത്തിമ ഇത് കാണുകയാ, ഫാത്തിമ ഇത് കാണുകയാ. ഉമ്മ മരിക്കുന്ന രംഗമാണ് പറയുന്നത്. പിന്നെ വാപ്പയുടെ മരണവും ഫാത്തിമ കണ്ടടോ. ഫാത്തിമ വാപ്പ മരിക്കുമ്പോഴും അവിടെ തന്നെയുണ്ട്. കാണുന്ന രംഗം എങ്ങനെയെന്നറിയോ? വാപ്പയതാ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. അവസാനം നിബിധങ്ങൾ പറഞ്ഞു, ആയിഷ, ആയിഷ, നിബിധങ്ങൾക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അതാ പടച്ചവനെ അറാക്കിൽ നോക്കി, ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി. ആയിഷയ്ക്ക് മനസ്സിലായി നിബിധങ്ങൾക്ക് പല്ല് തേക്കണമെന്ന്. അറാക്ക് വാങ്ങിച്ചിട്ട് നിബിധങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോ റസൂലുള്ളാഹിക്ക് ചവയ്ക്കാൻ കഴിയുന്നില്ല. അവസാനം ആയിഷ ബീവി തന്റെ പല്ല് കൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മനീരാ മിസ്വാക്കിനകത്തു പറ്റി തന്റെ ഭർത്താവിനെ നെഞ്ചത്തു പിടിച്ച് കിടത്തിയിട്ട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുത്തടോ. നിബിധങ്ങള് തുപ്പിക്കളഞ്ഞില്ല. ആയിഷ ബീവിയുടെ ഉമ്മനീര് വരെ നിബിധങ്ങൾ കുടിച്ചിറക്കുകയാണ്. വാപ്പയുടെ വഫാത്തും കൊണ്ട് ഈ ഉപ്പാടെ മകളാണ് ഫാത്തിമ, ഖദീജയുടെ മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 കൊല്ലമേ ജീവിച്ചുള്ള ഉമ്മ. 25ാമത്തെ വയസ്സിലാണ്, 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതാ ഫാത്തിമ ബീബി മരിക്കുന്നതിന്റെ അന്ന് കുളിച്ച് റെഡിയാവുകയാണ്. ഉമ്മ നിന്നതുപോലെ, ഉമ്മ നിന്നതുപോലെ കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു, അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഭർത്താവിന്റെ ചാരത്ത് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അലിയേ, പൊരുത്തം
പൊരുത്തം തരണേ അലിയേ, പൊരുത്തം തരണേ അലിയേ, പോവുകയാണ് അലിയേ. തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ, തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ പറഞ്ഞതുപോലെ ഭർത്താവിനോട് പറഞ്ഞു, അലിയേ എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ. 3 ആഗ്രഹത്തിൽ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഞാൻ മരിച്ചാ എന്നെ പകല് കബറടക്കരുത്, രാത്രിയിൽ വേണം കബറടക്കാൻ, രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ പകല് കബറടക്കിയാൽ എന്തേ ഫാത്തിമ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പകലാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരം കാണരുത്, എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്. എനിക്കിഷ്ടമല്ല അലിയേ. ഭർത്താവിനോട് പറഞ്ഞ ഭാര്യയാണ് മഹദിയായ ഫാത്തിമ. ആരെ കണ്ട് വളർന്ന മകളാ? ഉമ്മയായ ഖദീജ ബീവിയെ കണ്ടാ വളർന്നത്, ഉപ്പയായ നബി തങ്ങളെ കണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ഫാത്തിമയും അങ്ങനെയായി, ഫാത്തിമയും അങ്ങനെയായി. എന്റെ പെങ്ങളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാ. അതുകൊണ്ട് സ്നേഹിക്കണേ, പരസ്പരം തമ്മിലടിക്കരുത്, പരസ്പരം വഞ്ചിക്കരുത്, പരസ്പരം കളിയാക്കരുത്, പരസ്പരം ആദരിക്കാൻ പഠിക്കൂ, ബഹുമാനിക്കാൻ പഠിക്കൂ. അല്ലാഹു തന്ന ജീവിതം എരിഞ്ഞു തീർക്കരുത്, അല്ലാഹു തന്ന ജീവിതം അഭിനയിച്ച് തീർക്കരുത്. സ്നേഹിക്കടോ, സന്തോഷത്തോടെ കഴിയടോ. അതുകൊണ്ട് ഈ മഹല്ല സംഗമത്തിൽ പങ്കെടുത്തവരോട് പറയുകയാ, നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരോടും സലാം പറയണേ. പെങ്ങളെ മുസാഫഹത്ത് ചെയ്യണേ മോളെ, ഒന്ന് കെട്ടിപ്പിടിക്കണേ. നിന്റെ കുടുംബത്തിലെ പ്രായമുള്ള ഉമ്മമാര് അവരെ നീ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അവരോടൊന്ന് സലാം പറയൂ. ആ പ്രായമുള്ളവർക്കൊരു ചുംബനം കൊടുക്കൂ. നിന്റെ മനസ്സ് തുറക്കു പെങ്ങളെ. വാശിയും വൈരാഗ്യവും എല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. കുടുംബക്കാരോട് സ്നേഹമുണ്ടാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യാതെ ഒരൊറ്റ മനുഷ്യനും ഇവിടെ നിന്ന് പിരിയാൻ പാടില്ല. ബന്ധങ്ങളാണ് വേണ്ടത്. റബ്ബേ, മഹല്ലിലെ സംഗമമാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പടച്ചവനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കൂ. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ പിരിയൂ. ഈ ബന്ധങ്ങളെ നിലനിർത്താൻ നോക്കൂ. മാസത്തിലൊരിക്കലെങ്കിലും നിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഉപ്പാടെ വീട്ടിലൊന്ന് പോകണേ. ഉപ്പാന്റെ കൂടപ്പറപ്പുകളെ കാണണേ, ഉമ്മാടെ കൂടപ്പറപ്പുകളെ കാണണേ. മക്കളെ, ഉപ്പാന്റെ ഫ്രണ്ടിനെ കാണുമ്പോ ഒരു സലാം പറയണേ. ഉമ്മാടെ ഫ്രണ്ടിനെ കാണുമ്പോ സലാം പറയണേ. അത് നിന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു സംഗമത്തിൽ ഒരുമിച്ച് കൂടി. റബ്ബേ, നാളെ നിന്റെ സ്വർഗത്തിലും ഞങ്ങളുടെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നാളെ കുടുംബസമേതം ബക്കറ്റ് വിരിവുണ്ടോടോ? അത് വഴുന്നല്ലേ തുടങ്ങി. എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക, ചെറുതോ വലുതോ എന്തുമാകട്ടെ, അവനവന്റെ കയ്യിലുള്ള ഒരു സദക്ക. നേട്ടം ഒന്നേ ഉള്ളൂ, നിനക്കാ നേട്ടം. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, വരാനിരിക്കുന്ന വിപത്തുകൾ സദക്ക തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കയറിയിരുന്ന് ദുആ ചെയ്യട്ടെ. കഴിഞ്ഞില്ലേ? ഒന്ന് മുന്നോട്ട് കയറിയിരുന്നു. കസേര മുന്നോട്ട് കയറ്റിയിട്ട് ദുആ ചെയ്യട്ടെ. ഫ്രണ്ടിലോട്ട് കയറ്റി കസേര ഫ്രണ്ടിലോട്ട് കയറ്റി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അല്ല, ഇനി വേറെ പരിപാടി ഉണ്ടോ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ല, വേറെ ഇവിടെ വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് എന്റെ സെക്ഷൻ ഇന്നത്തെ ഉച്ചവരെയുള്ള സെക്ഷൻ തീരുകയാണ്. ഇനി അൽഹംദുലില്ലാഹ് ദുആ, നിസ്കാരം, ഭക്ഷണം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടി. അപ്പൊ എല്ലാവരും അടുത്തിരിക്കാൻ നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് നല്ല ഉപ്പമാരുണ്ട്. ഞാനൊരിക്കൽ റിഷാദിന്റെ വീട്ടിൽ വന്നപ്പോ രാവിലെ 4 മണി കഴിഞ്ഞു ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദേ, ഈ അടുത്തുള്ള വീട്ടിലെ ഉപ്പമാര് രാവിലെ എഴുന്നേറ്റിരുന്ന് ഖുർആൻ ഓതുന്ന ഒരുപാട് നല്ല ഉപ്പമാരുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരസ്പരം സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ വിലയറിയുന്നില്ല. ആരാ വാപ്പ, ആരാണ് ഉമ്മ, കൂടപ്പിറപ്പെന്ന് പറഞ്ഞാൽ ആരാ, സഹോദരങ്ങളും അവര് തമ്മിലുള്ള ബന്ധമെന്താ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്താ, ഇതിന്റെയൊന്നും വില ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല ആർക്കും. നിങ്ങൾ നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നത് നാട്ടുകാരും അയൽവാസികളുമാണെന്നല്ല, സ്വന്തം കുടുംബക്കാരാ. സ്വന്തം കൂടപ്പറപ്പിന് സിഹർ ചെയ്യുന്ന സ്വന്തം അനുജൻ തന്നെ ജ്യേഷ്ഠന് ചെയ്യുന്നു. സഹോദരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിഹർ ചെയ്യുന്നു. ശത്രുക്കളെ പോലെ പോരാടുന്നു. കണ്ടാലും മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല, മരിച്ചാ പോലും എൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് ജീവിക്കുന്ന എത്രയോ കൂടപ്പുറപ്പുകളെ നമുക്കറിയാം. എന്താണ് ഇതിന്റെ കാരണം? പരസ്പരം സ്നേഹമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താ? പണ്ടത്തെ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ട്, ഒരു ചെറിയ വീട്. അന്ന് വലിയ കൊട്ടാരമൊന്നുമില്ല. ആ ചെറിയ വീടിന്റെ അകത്ത് പടച്ചവനെ സന്തോഷവും സമാധാനവും, AC റൂമും ഡബിൾ കോട്ട് കട്ടിലും ഒന്നുമില്ല. പടച്ചവനെ ഒരു ഹാളും ഒരു അടുക്കളയും കാണും. ആ ഹാളിൽ ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളി കിടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ട് പാവുള്ളവൻ പായി കിടക്കും, പുതയ്ക്കാൻ പുതപ്പുള്ളവൻ പുതയ്ക്കും, ഇല്ലെങ്കിൽ ഉടുത്ത മുണ്ടൊടച്ചങ്ങോട്ട് പുതച്ചു കിടക്കും. ഇങ്ങനെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വാപ്പയും അടിയില്ല, വൈരാഗ്യമില്ല. അനിയനോട് ജ്യേഷ്ഠന് സ്നേഹമുണ്ട്, കുടുംബക്കാരനോട് പ്രത്യേക സ്നേഹമുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ വീടിനകത്ത് കിട്ടിയിരുന്ന സന്തോഷം ഇന്ന് നിങ്ങളെ നാട്ടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നീ ഒരു കൊട്ടാരം പണിതിട്ടുണ്ട്, ഒരുപാട് റൂമുണ്ട്. ഇന്ന് വരെ നീ നിന്റെ വീട്ടിൽ റൂമിൽ പോലും കിടന്നിട്ടില്ല. അത്രയ്ക്കും മനോഹരമായ രീതിയിൽ വലിയ വീടുകൾ ഉണ്ടാക്കി. പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം നരകിച്ച് തീർക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? ഈ ഇരിക്കുന്നതിൽ അധികം പേർക്കും പണമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കച്ചവടമുണ്ട്, വാഹനമുണ്ട്, തിന്നാനും കുടിക്കാനും അല്ല നിനക്കൊക്കെ വാരിക്കോരി തന്നിട്ടുണ്ട്. ഈ ഇരിക്കണ താത്താനോട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? താത്താന് സ്വർണമുണ്ട്, വസ്ത്രമുണ്ട്, തിന്നാനുണ്ട്, കാറുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും പറയുന്നു, ഉസ്താദെ സമാധാനമില്ല ഉസ്താദെ, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നാ, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിപ്പോറാണ്ട് ചില സമയത്ത്. മക്കളെ ഓർത്തിട്ട ഉസ്താദെ, ഇല്ലെങ്കിൽ എന്നെ ഞാൻ വാരി കെട്ടി പോയേനെ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ? എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും രണ്ടും മനസ്സുമായിട്ടാണ് കിടക്കണം? അവര് തൊലികൾ ചേർന്ന കിടക്ക, രണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കും. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ വേറെ ചിന്തകളാ, സ്നേഹമില്ല. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല, വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹമില്ല. സ്വന്തം ഉമ്മ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എന്താടാ ഇന്ത്യയും പാകിസ്ഥാനും പോലെ കടന്ന് തല്ലണേ? നിങ്ങൾ രണ്ടുപേരും കൂടപ്പിറപ്പുകളല്ലേ എന്ന് മാതാപിതാക്കൾ തന്നെ മക്കളോട് ചോദിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ
അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? പഴയ വീടും പുതിയ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് മാത്രം പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പറ, നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീടുണ്ടല്ലോ, തറവാട്, ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സന്തോഷവും സമാധാനവും ഇപ്പം നിങ്ങൾ പണിത കൊട്ടാരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചേ. ഉണ്ടോ താത്താമാരെ? നിങ്ങളെന്താ എല്ലാം എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ കിട്ടിയ സന്തോഷം നിന്റെ ഭർത്താവ് പണിത കോടിക്കണക്കിന് രൂപയുള്ള വീടിനകത്തുണ്ടോ? ഇല്ല. ഉണ്ടോ കാക്കാമാരെ? ഇവിടെ BVIP ഇരിക്കണേ, ഉണ്ടോ ചങ്ങായിമാരെ? ഇല്ലടോ, ഇല്ല. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം നമ്മൾ പഠിച്ചു നോക്കുമ്പോ പണ്ട് സ്നേഹമുണ്ടായിരുന്നു, ഇപ്പൊ സ്നേഹമില്ല. സ്നേഹമുണ്ടാകാനുള്ള കാരണം എന്താ? പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എടുത്തു വെക്കും. എന്നിട്ട് വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ പാത്രത്തിന്റെ ചുവട്ടിലിരിക്കും. എന്നിട്ട് എല്ലാവരും ആ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം വാരി കഴിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടങ്ങനെ ഒരുപാട് പാത്രമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു പാത്രത്തിനകത്ത് നിന്ന് കഴിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു പണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ മനസ്സുകൾ തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു, മനസ്സുകൾ തമ്മിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യമില്ലായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സുകൾ തമ്മിലെടുക്കും. ഈ ആകാശത്തിന്റെ കീഴിലുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടുകളിൽ ഒരു വീട് കുടുംബക്കാര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്ക്. ഈ ഇരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഒന്ന് ചിന്തിക്ക്. ഈ അടുത്ത കാലത്ത് നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം ഏതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരു ദിവസം കാണില്ല. കാരണം ഭർത്താവ് എപ്പോഴെങ്കിലും വരും, മക്കൾ എപ്പോഴെങ്കിലും വരും, നീ എപ്പോഴെങ്കിലും തിന്നും. എല്ലാവരും സമയം കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ 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 ഭക്ഷണം കഴിക്കാം. ഇനി ഒരുമിച്ചിരുന്നാൽ തന്നെ ആർക്കും മുഖത്ത് നോക്കാൻ സമയമില്ല. അപ്പോഴും മൊബൈൽ കയ്യിൽ പിടിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. എടോ, പരസ്പരം സ്നേഹമുണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. അതൊക്കെയാ സ്നേഹം. അല്ലാതെ കാമുകനും കാമുകയും കൂടെ വല്ലവന്റെ പെണ്ണുമ്പിള്ളയും വിളിച്ചോണ്ട് പോയിട്ട് ഏതെങ്കിലും ഐസ്ക്രീം ബാറിൽ പോയിട്ട് ഒരു ഐസ്ക്രീമിനകത്ത് രണ്ടുപേരും ഒരു സ്പൂൺ ഇട്ട് കഴിക്കുന്നതൊന്നുമല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്താദെ, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. സ്നേഹം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരാള് കുറച്ച് പാല് കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. കുറച്ചു പാല് കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാല് വാങ്ങിയിട്ട് ആദ്യം കുടിച്ചില്ല. നബിതങ്ങൾ തന്റെ ഭാര്യയായ ആയിഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങൾക്ക് ദഹിക്കത്തില്ല, അതുകൊണ്ടാണ് ആമീൻ പറയത്തിനും വേണ്ടി. ആദ്യം ആരാ കടിക്കേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? നിങ്ങളെന്താ എന്നെ നോക്കണേ? ആരാദ്യം കഴിക്കണ്ടേ? നമ്മൾ കല്യാണം കഴിഞ്ഞ് മണിയറയിൽ പോകുമ്പോ ആദ്യം ഇവൻ പാല് കുടിക്കും, എന്നിട്ട് പെണ്ണുപിള്ളയ്ക്ക് പാല് കൊടുക്കും. അങ്ങനെ നബിതങ്ങളുടെ കയ്യിൽ അല്പം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോ നബിതങ്ങൾ കുടിക്കാതെ ആയിഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ നീ കുടിക്ക ആയിഷ. നബിതങ്ങൾ ആയിഷ ബീവിക്ക് കൊടുത്തു. ആയിഷ ബീബി റളിയല്ലാഹു തആല പാല് കുടിച്ചു. മദി നബിയെ വയറ് നിറച്ചു കുടിക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല വയറ് നിറച്ചു പാല് കുടിച്ചിട്ട് മദി നബിയെ ഈ വയറ്റില് സ്ഥലമില്ല നബിയെ. നബിതങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തപ്പോ ആ പാലിന്റെ പാത്രം ഇങ്ങനെ നബിതങ്ങൾ തിരയുകയാ. ആ കുടിച്ച പാലിന്റെ പാത്രത്തിന്റെ ചുറ്റുഭാഗത്തും നബിതങ്ങൾ ഇങ്ങനെ തിരയുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ നബിയെ കളഞ്ഞുപോയ വസ്തു തിരയണ പോലെ എന്താ തിരയണേ?
എന്താണ് നീ തിരയുന്നത് എന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ, നിന്റെ ചുണ്ട് നീ എവിടെ വെച്ചാണ് കുടിച്ചതെന്ന് ഞാൻ തിരയുകയാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ചുണ്ട് എവിടെയാണ് വെച്ച് കുടിച്ചത്, ആ സ്ഥലം ഞാൻ തിരയുകയാ. അവസാനം അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് തന്റെ ഭാര്യ എവിടെയാണോ ചുണ്ട് വെച്ച് കുടിച്ചത് അതേ സ്ഥലത്ത് തന്നെ നബിതങ്ങൾ തന്റെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ആ പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇതാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത്രത്തോളം അടുപ്പമുണ്ടാകണം. ഈ ബന്ധം കണ്ടിട്ടാണ് മക്കള് വളരുന്നത്. ഇത് കണ്ടാണ് ഉസ്താദല്ല, പള്ളിയിലെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോ അല്ല, ഏറ്റവും ഒന്നാമത്തെ അധ്യാപകർ ഉസ്താദന്മാര് വാപ്പയും ഉമ്മയുമാ. നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നത്. നിന്റെ ശീലമാണ് നിന്റെ മക്കൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മക്കൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. നീയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹ് ആരാണെന്ന്. ഒരു വാപ്പയുടെ കടമയാണ് മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൽ, നബിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ, ബന്ധങ്ങളും സ്വന്തങ്ങളും പറഞ്ഞു കൊടുക്കൽ. ഇത് മദ്രസയിൽ ഞങ്ങൾക്ക് അതിനോടുള്ള മഹത്വത്തെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയാനേ കഴിയൂ. നീ നിന്റെ ഉപ്പാനെയും ഉപ്പയുടെ സഹോദരനും ഉമ്മയുടെ സഹോദരനും ബന്ധുക്കളെ കൊണ്ടുപോയി കാണിക്കുകയും അവരുമായി പരിചയപ്പെടുത്തുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാ. എന്നാൽ ഇന്നങ്ങനെയില്ല. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നാശങ്ങളിലേക്ക് കുടുംബങ്ങൾ പോയി അവസാനിക്കുന്നു. ഇന്ന് കുടുംബങ്ങൾ പരസ്പരം തമ്മിലടിക്കാനുള്ളതായി മാറുന്നു. ഇന്ന് കുടുംബത്തിൽ ഗ്രൂപ്പുണ്ട്, സുബ്ഹാനല്ലാഹ്. അതിനകത്ത് കയറാൻ പറ്റുമോ? എല്ലാം കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങൾ യോജിക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്ത് കിടന്ന് തമ്മിത്തല്ലിയിട്ട് തമ്മിലടിച്ച് പിരിയുന്ന അവസ്ഥയായി ഇപ്പൊ കാണുന്നത്. ഏഷണിയും പരദൂഷണവും പറയാനുള്ള, കുത്തുവാക്ക് പറയാനുള്ള ഒരവസരമായിട്ടാണ് ഇന്ന് ഗ്രൂപ്പുകൾ കാണുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും കുടുംബ ബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല. കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ ഇരിക്കുന്ന മജ്‌ലിസിലെ ദുആയ്ക്ക് പോലും ഇജാബത്തില്ല എന്ന ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും ചേർത്തു പിടിക്കാൻ മനസ്സു കാണിക്കണം. നമ്മൾ ചേർത്തു പിടിച്ചാലേ നമ്മുടെ മക്കൾ നമ്മളെ ചേർത്തു പിടിക്കൂ. നമ്മൾ എന്താണോ കാണിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത്. അവർക്ക് മാതൃകയാകണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ ദുആ പഠിച്ചു വെക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദുആയാണ്. ഈ ദുആ എല്ലാവരും ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. എന്താണ് ദുആയ്ക്കകത്ത് പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ അല്ലാഹ്. ഒരു ഭർത്താവ് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എന്റെ ഭാര്യ നീ നന്നാക്കണം തമ്പുരാന്. ഒരു ഭാര്യ ദുആ ചെയ്യുന്നു, എന്റെ ഭർത്താവിനെ നന്നാക്കണം തമ്പുരാന്. അല്ലാഹുവേ, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം പടച്ചവനെ. എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്. ഈ ദുആയിന്റെ അർത്ഥം അതാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്. എനിക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ തരണേ അല്ലാഹ്. ഇതാണ് ആ ദുആയിന്റെ അർത്ഥം. അതുകൊണ്ട് വാപ്പ ദുആ ചെയ്യുകയാണ്, എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാനെ, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാനെ, അവരെനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്നവരാക്കണം തമ്പുരാനെ. എന്നിട്ട് അവസാനം നീ പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്നെ നീ നന്നാക്കണേ അല്ലാഹ്. എന്നെ നീ നന്നാക്കണം തമ്പുരാനെ. എന്നെ ഇമാമാക്കണം തമ്പുരാനെ. പള്ളിയിലെ ഇമാമല്ല, മഹല്ലിലെ ഇമാമല്ല, പിന്നെ എന്നെ ആരാണ്, എന്നെ എങ്ങനെയാണ് ഇമാമാക്കേണ്ടത്? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യയുടെ ഇമാമാക്കണം, എന്റെ മക്കളുടെ ഇമാമാക്കണം. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന
അവർക്ക് രണ്ടുപേർക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള എനിക്ക് എന്നെ നീ ഇമാമാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബമെന്ന് പറഞ്ഞാൽ ആരാ? ഈ കാണുന്ന ഓളമൊന്നുമല്ല സഹോദരാ. കുടുംബമെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കുടുംബത്തിന്റെ വില എന്തെന്നറിയോ? കുടുംബത്തിന്റെ മഹിമ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം ചെയ്യുന്നവരാ. ആ യാസീൻ എന്ന് പറയുന്ന സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാം. വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരിപികളും തേനിരിപികളും ഒഴുകുന്ന ഞാനും നിങ്ങളും എത്ര ചിന്തിച്ചാലും മനസ്സിലാകാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പടച്ചവനെ, അല്ലാഹു എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ജോലിയില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, പ്രയാസമില്ല. അവിടെ വഅദ കേൾക്കണ്ട, വഅദ് പറയണ്ട, സദഖ കൊടുക്കണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഒരു നന്മയും ചെയ്യണ്ട. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുതെന്ന് പറയാൻ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ലടോ. എന്ത് വേണമെങ്കിലും തിന്നാ, എന്ത് വേണമെങ്കിലും കുടിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. അവിടെ പ്രായമുള്ളവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല. എന്റെ ചെറുപ്പക്കാരാ, എല്ലാവർക്കും 33 വയസ്സാ. അള്ളാന്റെ സ്വർഗത്തില് ആണിനും പെണ്ണിനും 33 വയസ്സാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കറുത്തവരില്ല. എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ്. എല്ലാവരും പടച്ചവനെ 33 വയസ്സുകാർ അടിച്ചു പൊളിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കാം. ആ സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ ഒരു കുടുംബം കാണുകയാണ്, ഒരു കുടുംബത്തെ കാണുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ചാരുകസേരയിലിരുന്ന് ആടുകയാണ്. അവര് സുഖിക്കുകയാണ്. ബീച്ചിലല്ലടോ, കടപ്പുറത്തല്ലടോ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളുടെ കൈപിടിച്ചിട്ട് അവര് കുടുംബസമേതം സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. നിങ്ങൾ അവരുടെ ചാരത്ത് നിൽക്കുകയാണ്. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തില് സഹോദരാ നിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്കുന്നു, അല്ലാഹു തന്ന മക്കളെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയിട്ട് അവര് ചാരുകസേരയിലിരുന്ന് ഇങ്ങനെ സുഖിക്കുകയാണ്. അവര് സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുകയാണ്. ആ സമയത്ത് അതാ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന
മലക്കുകൾ അവരോട് പറയുന്നു അസ്സലാമു അലൈക്കും. മരിക്കുന്ന കാലം വരെ ഒരു പാപം ചെയ്യാത്ത അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ, നിന്നെയും നിന്റെ ഭർത്താവിനെയും നിന്റെ മക്കളെയും കാണുമ്പോ അവര് പറയുന്നു അസ്സലാമു അലൈക്കും. സ്വർഗത്തിലെ മലക്കുകൾ പോലും നിന്നോട് സലാം പറയുകയാ. അതാ സ്വർഗത്തിൽ കടന്നു വരുന്നവര് മുഴുവനും നിന്നെ കാണുമ്പോ സലാം പറയുകയാണ്. ഇന്ന് നിന്നോട് പറയാൻ മടിയാണ്, നീ ആരാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോ സ്വർഗത്തിലെ മലക്കുകൾ സലാം പറയുകയാ, സ്വർഗവാസികൾ സലാം പറയുകയാ. അങ്ങനെ എല്ലാവരും നിന്നെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, സ്ഥാനം തരികയാണ്. ആ സമയത്ത് ഈ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, ആമിന എങ്ങനാ അല്ലാഹു നിനക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം തന്നത്? ഏ സഹോദരാ, നിന്റെ കുടുംബക്കാരൻ അവന്റെ ഭാര്യയും മക്കളുമായി നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലിരുന്നിട്ട് ആസ്വദിക്കുന്നത് കാണുമ്പോ നീ തന്നെ ചോദിക്കും, അബൂബക്കറെ എങ്ങനാടാ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്? നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ചാണ്, നിങ്ങൾ സ്വർഗത്തിലും ഒരുമിച്ചാണ്. എങ്ങനെയാ അല്ലാഹു നിനക്ക് ഈ ഭാഗ്യം തന്നത് എന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു കുടുംബത്തോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ അവന്റെ ഭാര്യയും അവന്റെ മക്കളെയും കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിലിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ഊഞ്ഞാലിനകത്തിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും, ചുറ്റുഭാഗത്ത് ഖിദ്മത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടാകും. നീ സ്വർഗത്തിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോ മലക്കുകൾ പോലും നിന്നോട് പറയും അസ്സലാമു അലൈക്കും. നിന്റെ വിഷമം എന്താ? ഇപ്പൊ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിന്റെ കുടുംബക്കാരി പോലും നിന്നോട് സലാം പറയുന്നില്ല, നിന്റെ കുടുംബക്കാരി പോലും പറയുന്നില്ല. നിന്റെ കുടുംബക്കാരൻ പറയുന്നുണ്ടോ നീ ആരാന്നറിയോ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മലക്കുകൾ പറയും നിന്നോട് സലാം. അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് മലക്കുകൾ പറയും, വരുന്നവരും പോകുന്നവനും എല്ലാം പറയും. എല്ലാരും ചോദിക്കും എങ്ങനാ ഇവിടെ വന്നതെന്ന്. ഞാൻ സ്വർഗത്തിൽ പോയപ്പോ ഒരുമിച്ചല്ലേ പോണ്ടേ? സ്വർഗത്തിൽ പോകുമ്പോ ഒരുമിച്ചാ പോണ്ടേ? അല്ല, വിരുന്നിന് പോകുമ്പോ ഒറ്റയ്ക്കല്ല പോണ്ടേ, കുടുംബസമേതാ പോണ്ടേ. വിരുന്നിന് വരുമ്പോ നീ മാത്രം വന്നാ മതി എന്ന് ആരും വിളിക്കാറില്ല. അള്ളാഹ് പറയുന്നത് എല്ലാരും വിരുന്നിന് വരാനാ പറയണ, സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കുടുംബസമേതം വേണം വിരുന്നിന് പോകാൻ. അള്ളാഹു വിരുന്നിന് വിളിക്കുന്നു. അള്ളാഹ് പറയാ വരാൻ, അള്ളാഹ് വിളിക്കാ. ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ? അല്ലേ? ഭർത്താവിന് എന്താ വിളിക്കുക? ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഞാന് ഒരു വീട്ടിൽ പോയപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാ. എടാ ഭർത്താവിനെ എടാന്ന് വിളിക്കുന്ന പെണ്ണുങ്ങളില്ലേ? പ്രേമിച്ചല്ലേ കിട്ടിയത്, അതുകൊണ്ട് പിന്നെ എടാ വാടാ ആണല്ലോ അല്ലേ? പ്രേമിച്ച് കല്യാണം കഴിഞ്ഞല്ലോ, അവന് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. എടാ എടാ തന്നെ വിളിക്കാം. ചില പേര് വിളിക്കില്ലേ? പേര് വിളിക്കാറില്ലേ? ഭർത്താവിന്റെ പേര് വിളിക്കാറില്ലേ? ആ, വിളിക്കാറുണ്ടില്ലേ? ഉമ്മാനെ എന്താ വിളിക്കണേ? ആമിന ഉമ്മാന. നീയൊക്കെ നിന്റെ ഉമ്മാനെ വിളിക്കണേ എന്താ? വാപ്പാടെ പേര് അബൂബക്കർ എന്നാ, നീ വാപ്പാന്നാണ് വിളിക്കണ? അബൂബക്കർ വാപ്പാന്നാ വിളിക്കണ? ആമിന ഉമ്മാനെ വിളിക്കണ? എന്താ ഉമ്മാടെ പേര്? എന്റെ പേര് സിറാജ്. എന്റെ മോൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പ, സിറാജ് വാപ്പാന്നാ വിളിക്കണ്ട? എന്റെ പെണ്ണുമ്പോൾ എന്നെ വിളിക്കേണ്ടത് സിറാജിക്ക, സിറാജിക്ക. അള്ള കൊടുത്ത ചില സ്ഥാനം കേട്ടാ, അത് മറന്നു പോകരുത്. അല്ലാഹു കാത്തിരശികുമാറാകട്ടെ.